എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്തോന്ന് പറയണമെന്ന് പോലെ അറിഞ്ഞൂടാ കേട്ടോ. കീടിക്ക് കളഞ്ഞു ആളെ ചാടയൊക്കെ കണ്ട. അമ്മ ശങ്കര, ഓ മാമ ഓടി വാ. എനിക്ക് നാൻസിയെ വിളിച്ച് പറയണം ഇനി. കണ്ട എനിക്ക് വയ്യ. നിനക്ക് ഇത്ര ആക്ഷനാ? ഇവെന്താ ഇങ്ങനെ? ഇവിടെ നമ്മുടെ സ്വന്തം കാറ്, നമ്മുടെ സ്വന്തം കാറ്. നീ ഫ്രണ്ടോട് ഒളിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കൊടുകൈ കൈ കൊടു. ഇഷ്ടപ്പെട്ടു. ഒന്നോ? 60,000. എന്തോന്ന് മാമ ഇത് കളിയാക്കണ ആളാ? പിന്നെ സാർ അല്ല 6 ലക്ഷം. 6 ലക്ഷം അല്ലേ? 6 ലക്ഷം. പോട്ട് മേലെ പോ. 60 ലക്ഷം. കൊടുകൈ 60 ലക്ഷം. 60 ലക്ഷം ഫുൾ പൈസക്കാ? ലോണൊക്കെ ഉണ്ട്. സാരല്ല ലോണാണെങ്കിലും സാരല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇത്രയും പൈസ പ്ലീസ് ഇന്നൊരു ദിവസത്തേക്ക് ഉപദേശം കൊണ്ടുവരല്. ജീവിതം ലളിതമായിട്ട് ജീവിക്കണം. പൈസ നമ്മൾ അങ്ങനെ ചെലവാക്കണം, ഇങ്ങനെ ചെലവാക്കണം. ഒറ്റ ജീവിതമേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. രാമേ, നീ ഇവക്കാണ് കാറ് വാങ്ങിച്ചു കൊടുത്തെങ്കിലും എനിക്കിവിടെ വലിയ അഭിമാനമാ. അതാണ് ഇപ്പോഴാണ് നീ എന്റെ മരുമോനായത്. അല്ലേലും പൊളിയാണ്. അല്ലേലും പൊളിയാണ് രാമണ്ണൻ. അത് ശരിയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം കേട്ടാ, ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ പൊളിച്ചായിരുന്നു. അല്ല, ബ്ലാക്ക് അടിപൊളിയായിരുന്നു. സിൽവർ ബ്ലാക്ക് സിൽവർ ബ്ലാക്ക് റാമട്ടെ. സിൽവർ അടി. ബ്ലാക്ക് ആണ് നല്ലതെന്ന്. നമുക്ക് ബ്ലാക്ക് ആക്കാം പ്ലീസ്. പക്ഷെ ഒന്നും ആവണ്ട, ഒരു കാര്യം സമ്മതിച്ചേരാത്ത. ബ്ലാക്ക് ആണ് നല്ലതെന്ന്. ബ്ലാക്ക് ആണ് നല്ലതെന്ന്. കാർ എവിടെ? എന്ത് കാറ്? കാറാ? എന്റെ ബ്ലാക്ക് കാറ്. ബ്ലാക്ക് കാറാ? എന്ത് പണ്? 3 ദിവസമായിട്ട് ഇത് എന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കണം. എപ്പോ വരും കാറ്? ഇപ്പൊ സമയം എത്രയായി? നാളെ രാവിലെ 10 മണിയാവട്ടെ, നമുക്ക് പോവാം. ഷോറൂമിൽ പോവാം. നാളെ രാവിലെ 10 മണിയാവട്ടെ, നമുക്ക് ഷോറൂമിൽ പോവാം. രാമൻ ഇങ്ങനെ തണുത്തിരിക്കണത്. ഒരു കാറൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആയി. ആലോചിച്ചൊക്കെ വീടായി, കാറായി. അടുത്തടുത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ചൂടെ? അതൊക്കെ നമുക്ക് അടച്ചു തീർക്കാം. നമ്മൾ രണ്ടുപേരും കൂടെ മനസ്സുവെച്ചാൽ പെട്ടെന്ന് നടന്ന് തീർന്നോളും. 10 മണിയായാ മതിയായിരുന്നു. ദൈവമേ, ഒന്ന് പെട്ടെന്ന് 10 മണിയാവണേ. ഇത്ര സമയം രാമായണ റെഡിയാവാൻ. നീ എവിടെ പോണോ? മാമ പറഞ്ഞില്ലേ, കാറ് ഷോറൂം. അപ്പൊ അത് എടുക്കാൻ തീരുമാനിച്ചല്ലേ? ഓ, എന്ത് പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ? ഇവിടെയല്ലേ കാറിലൊക്കെ അങ്ങനെ നടക്കാനൊക്കത്തുള്ളൂ. കുറച്ച് പ്രായമായ പറ്റുമോ? കുഴപ്പമില്ല, നടക്കട്ടെ. നടക്കട്ടെ. അവസാനം ഓടായിരുന്നാ മതി. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല. വെള്ളം പണി കിട്ടിയ ഇത് പോസ്റ്റായി പോയല്ലാണ്. നീ എന്ത് ചെയ്യും? ചിന്നു, എന്താ നീ ആ ടാപ്പ് അടച്ചു വെച്ചാ?
മെയിൻ ടാപ്പ് പോലെ അടച്ചാ വെള്ളം കിട്ടണില്ലെന്ന്. ഇല്ല, അടച്ചില്ല. എന്റെ വെള്ളം വരുന്നില്ലേ? ഇല്ല. ഇനിയിപ്പം എന്തൊരു കഷ്ടം. ഞാൻ നോക്കട്ടെ. അവൻ കുളിച്ചോണ്ടിരിക്കുക. ആ. ആ വെള്ളം തീർന്നോ എന്തോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മേ, വെള്ളം തീർന്ന്. പൈപ്പിലും വെള്ളം പറഞ്ഞില്ല. എന്ത് ചെയ്യും ഇനി? ഇല്ലേ? ഇല്ല. ഞാൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇനി ഇല്ലെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ. അയ്യോ ഇല്ല. ഇനിയിപ്പോ ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ? ചേട്ടാ, വെള്ളം ഇല്ല. ഇതിന് ഈ പത്രത്തിലെങ്ങാനും ഉണ്ടായിരുന്നോ എന്തോ? ഞാനൊന്നും നോക്കിയില്ല പത്രം. അതിന്റെ പത്രം എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും മാമല്ലേ എടുത്തോണ്ട് പോണ പത്രം. ഇതൊരു പണി കിട്ടിയാൽ ഇനിയിപ്പോ എങ്ങനെ റെഡിയായി പോവും? എനിക്കറിയില്ല. മോളിലും വെള്ളമില്ല. വെള്ളമില്ല, ഒരിടത്തും ഇല്ലെന്ന് വെള്ളം. പിന്നെ നീ നോക്കാത്തത്? നമുക്കൊരു കാര്യം അത് എന്റെ മാത്രം ജോലിയാണ് ഈ വെള്ളം നോക്കണത്. നിങ്ങൾക്ക് നോക്കാലോ അതൊക്കെ. ഗ്യാസ് തീർന്നാലും വെള്ളം തീർന്നാലൊക്കെ എന്റെ അടുത്ത് നോക്കിക്കൂടെ എന്നാ? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത വീട്ടിൽ അവളോടൊന്ന് ചോദിച്ചാലും. എന്തോ ഐഷ ഇല്ലേ, അവളോടൊന്ന് ചോദിച്ചാല് കുറച്ച് വെള്ളം. എല്ലാവരും തന്നെ ശ്യാമള ചേച്ചിയുടെ തുടങ്ങി ചോദിക്കും. നിന്ന് ചോദിക്കും. പക്ഷെ അവര് ഗ്യാസ് വെച്ചപ്പോ നമ്മൾ നൈസിന് ഒഴിവാക്കി വിട്ടല്ലേ. തരൂ. എന്നാ അതൊക്കെ മറക്ക്. പോ ചില ചോദിക്കും. പോ, ഞാൻ ചോദിക്കാം. ഞാൻ വിളിച്ചിട്ട് വരാമേ. ആ ഹലോ ചേച്ചി, അവിടെ വെള്ളം ഉണ്ടോ ചേച്ചി? ആ ഇവിടെ ഇല്ല. അയ്യോ, ആണോ? പൊട്ടിക്കിടക്കാണോ? 2 ദിവസത്തേക്ക് കാണില്ലേ? പെട്ടല്ലോ. ഇല്ല ചേച്ചി, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. പാത്രം പോലും കഴുകിയിട്ടില്ല. ചേച്ചി, ഞാൻ അവന്റെ ഹെൽപ്പ് ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. ഇച്ചിരി വെള്ളം കൊടുത്തയക്കാൻ പറ്റുമോ? ഞാൻ അവിടെ കൊച്ചു വയനുണ്ട്, അവനെ ഇവിടെ അങ്ങോട്ട്. ആണോ? ആ ശരി ചേച്ചി എന്ന്. ആ സ്വഭാവമാണ് ഈ മനുഷ്യരുടെ. ഹലോ, എന്താ ഈ ഫോൺ ചെയ്തിട്ട്? വെള്ളം വല്ല പൈപ്പ് പൊട്ടി കിടക്കാണെന്ന്. 2 ദിവസത്തേക്ക് വെള്ളം കാണൂല. നന്നായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ശ്യാമള ചേച്ചിയെ സഹായം ചോദിച്ചൊന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടാ. ഞാൻ മര്യാദക്ക് ചോദിച്ചു, ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യൂ. ഞാൻ ആ ശങ്കരനെ ഇവിടെ എനിക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു വയ്ക്കാൻ പറ്റും. അത് പറ്റില്ല, ഇവിടത്തെ ആവശ്യത്തേക്കേ ഉള്ളൂ, തരാൻ പറ്റത്തില്ല. ഗ്യാസ് വെച്ചപ്പോ നീ കുഞ്ഞാ കുത്തി കാണിച്ചില്ല? അന്ന് ഗ്യാസ് ഇവിടെ തീർന്ന്. അല്ല, ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഗ്യാസ് പോലെയാ വെള്ളം. ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്ത് വെച്ചൂടെ? വെള്ളം ഒരു അത്യാവശ്യ സാധനമല്ലേ. ഞാൻ ഇത്ര ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചോദിക്കുമ്പോഴാണ് പകരം വിട്ടണത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, കുളിക്കൊന്നും വേണ്ട, പോയി ഡ്രസ് ഇട്ടിട്ട് പോകാം. അതൊക്കെ തുടച്ചാ പോകും. എന്നാലും ഷോറൂമിൽ പോകണം, ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ്. നാളെ പോയാലും എന്താ കുഴപ്പം? എന്തോ അതൊന്നും പറ്റില്ല, നമ്മൾ തീരുമാനിച്ച അന്ന് തന്നെ. എന്തോ ഒരു ദുശകനം പോലെ. വെള്ളവും ഇല്ല, തന്റെ പകുതി കുളിച്ചേച്ച് നിൽക്കുന്നു. എന്തോ ഇത് നാളെ ആയാലും എന്താ അല്ലേ? ഷോറൂം അവിടെ തന്നെ കാണില്ലേ? എന്തിനാ ചുമ്മാ മുടക്കം പറയണത്? അവരെങ്ങനെ അറിയാമോ നമ്മൾ കുളിച്ചിട്ടാണോ കുളിക്കാതെയാണോ പറഞ്ഞെന്ന്? അതല്ലല്ലോ. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഒരുങ്ങി നിക്കയല്ലേ. ഇപ്പൊ വെള്ളമൊന്നുമില്ല അല്ലേ? നമ്മള് നാളെ പോവല്ലേ നല്ലത്? നീ പറ, നാളെ പോവല്ലോ. എനിക്കറിയണോ എനിക്ക് വെള്ളം കിട്ടുമോ? വാട്ടർ അതോറിറ്റി അല്ലേ? അതായത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ വിളിക്കുകയാണ്. വെള്ളം ഇല്ല. നിങ്ങൾ വിളിച്ചു പറയാതെ വെള്ളം വെച്ചോണ്ട് അടച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയി നന്നാക്കട്ട. ഇവിടെ കുളിക്കാൻ പോലെ വെള്ളം അല്ല, കുടിക്കാൻ പോലെ വെള്ളം ഇല്ലെന്ന്. പൈസ അടക്കണ്ടല്ലോ അപ്പൊ ഈ മാസത്തെ 5 ദിവസം കാണൂല്ലെങ്കിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് പൈസ അടച്ചിട്ട് ഞാൻ വെളിയിൽ നിന്ന് കൂടെ പൈസ കൊടുത്ത് വാങ്ങിക്കണോ? എന്തൊരു പ്രശ്നമല്ലേ? കട്ടി എന്തൊരു പ്രശ്നം? വാട്ടർ അതോറിറ്റി വിളിച്ചപ്പോ അമ്മര് താളടിച്ചിട്ട് കട്ടിയിട്ട് പോയിരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ അമ്മര് പറയില്ലേ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ പറയണ് വെള്ളം നേരത്തെ പിടിച്ചു വെക്കണമെന്ന്. അവര് പറഞ്ഞ ശരിയല്ലേ? എന്തൊരു ശരി? ഇവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതെ, അതിന്റെ മഹത്വം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ വെള്ളം ഉപയോഗിക്കുന്നതേ ആവശ്യത്തിന് മാത്രമായിരിക്കണം, അളന്നൊഴിക്കണം. മനസ്സിലായ? അല്ലാതെ തോന്നും പോലെ കാണിക്കരുത്. എന്നാ വെള്ളത്തിന്റെ മയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. പറഞ്ഞറിയാമോ? നിങ്ങളെ വീട്ടിലൊരാളില്ലേ, ആളുടെ അടുത്ത് വീട് മാറി പോകാൻ പറയാം. നിങ്ങളെ ഇവിടെ ഉള്ള വെള്ളം എല്ലാത്തത് കിണറ്റിനും അല്ല മറ്റേ ചെടിക്കും
വാഴയ്ക്കും തേങ്ങയൊക്കെ ഒഴിക്കണം. അത് എന്റെ അതാ വന്നല്ലേ. കണ്ട എന്തൊരു ബക്കറ്റ് മാത്രം ഒരു രക്ഷയില്ല. എന്താ വെള്ളം കിട്ടൂലേ? ഇല്ല, ഞാൻ 3 വീട്ടിൽ കയറി, അവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം ഇല്ല. പിന്നെ അവര് പറഞ്ഞേക്കണ എന്തോന്ന് വെച്ചാ ഇപ്പൊ ജംഗ്ഷനിന്റെ അവിടെ നിന്ന് ഇപ്പൊ കുടിവെള്ളത്തിന്റെ ടാങ്ക് വരുമെന്ന് അതിലുണ്ട്. ഓ അപ്പച്ചിയോട് പറഞ്ഞു വിടാല്ലേ? ആ നീ കൂടെ പോകൂടി 2 ബക്കറ്റ് വെള്ളം അണ്ണന് പൊക്കൂടെ അണ്ണാ? ഞാൻ ആണുങ്ങളെ സിനിമയിലെ കണ്ടില്ലേ? പെണ്ണുങ്ങൾ വലിയ കുറവ് ബക്കറ്റ് കൊണ്ട് പോണത്. പിന്നെ എന്തോന്ന് ഞാൻ ആണല്ലേ? അല്ല നീ ആണാണ്, പക്ഷെ നീ കൊച്ചല്ലേ? കൊച്ചെന്ന് പറഞ്ഞു ഇവിടെ കൊച്ചു പിള്ളേർക്ക് പോവാണ്. നീ ഒരിക്കൽ പോയി എടുത്തു അടിപൊളിയാണ് വെള്ളം എടുക്കാൻ പോണത്. പക്ഷെ നീ എന്ത് പോയോ? വെള്ളം എടുക്കാൻ പോണം. നീ പോവൂ. എന്തോന്ന് നിങ്ങൾ ഇത് കാണിക്കണ? നീ ഇത്തിരി പോയി എടുത്തന്നെ വേണം. എനിക്ക് വെള്ളം എനിക്ക് വേണ്ടി നീ അണ്ണന് വേണ്ടി 2 ബക്കറ്റ് വെള്ളം എടുക്കൂല്ലേ? അമ്മയുടെ ഞങ്ങല ഓ ഇപ്രാവശ്യം മാത്രം അല്ല എന്തോ തരും എനിക്ക്. നിനക്ക് ഞാൻ നീ കൊണ്ടുവന്ന പോകരുത്. എന്തോന്ന് ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ട. ഈ പാട്ട കൊണ്ട് അവരെ കൈ കൊണ്ട് കൊടുത്ത് നീങ്ങി പോരാ. നീ വെള്ളം എടുക്കാൻ നിൽക്കണ്ട കേട്ടാ. എന്നെ കൊണ്ട് കൊടുപ്പോ. ഇത് കഷ്ടം, വെള്ളമില്ല. എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കണം വെള്ളത്തിന് എവിടെ പോവാൻ? ഈ പരിസരത്തൊന്നും കിണറില്ല. എത്ര നേരം കൊണ്ട് ഭഗവാനെ വെള്ളം വന്നാൽ കിട്ടിയെങ്കിൽ മതി. ഒരു വക ചെയ്യാനോ പിള്ളേർക്ക് സ്കൂളിൽ പോവാനോ വെള്ളം ഇല്ലാതെ ഒരു നിവർത്തി. അതാ വരും. വെള്ളം തന്നെ. ഞാൻ ആദ്യം പിടിച്ചാൽ വെള്ളം എനിക്കും അത്യാവശ്യം നേരം. എന്താ ഞാൻ പറയാം. ശ്വാസം വിട്ടിട്ട് പോലെ അണ്ണാ അവിടെ ആണെങ്കിൽ വെള്ളമായിട്ട് ലോറി വന്നേ. അവിടെ പോവല്ലേ ഞാൻ പറയട്ടെ. കണ്ട അവിടെ വെള്ളമായിട്ട് ലോറി വന്ന്. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ ഭയങ്കര അത്യാവശ്യമായിരുന്നു. അപ്പൊ അവിടെ ആണെങ്കിൽ ഒരു ആന്റി വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെടുത്ത് ഞാൻ തട്ടി മാറ്റിയിട്ടാണെങ്കിൽ ഞാൻ എന്റെ ബക്കറ്റ് കൊണ്ട് വെച്ച് വെള്ളം പിടിക്കണം. അപ്പൊ അത് കണ്ടിട്ട് തന്നെ അവര് തള്ളിയിട്ട്. നിങ്ങൾക്കാണെങ്കിൽ ഷോറൂമിൽ പോകണമല്ലോ. അപ്പം ചിന്നു ചേച്ചി പറഞ്ഞ് ഇടയിൽ കയറിയിട്ട് വെള്ളം പിടിക്കുക. അങ്ങനെ വെള്ളം പിടിച്ച് എന്നെ തള്ളിയിട്ട് ദേഹം ഫുള്ളൊക്കെ വെള്ളമൊക്കെ കോരിയൊക്കെ ഒഴിച്ച്. അങ്ങനെ അവിടെ അവിടെ അത് കണ്ടിട്ട് ചിന്നു ചേച്ചിക്കും അമ്മച്ചിക്കും ദേഷ്യം വന്നു. അവിടെ ഫുള്ള് അലമ്പ് അടി. പോവല്ലേ അവിടെ അടി. ഇനി ഒരു സാധനം ചോദിച്ചാ കൊടുക്കല്ലോ കേട്ടോ അമ്മ. സാധനം വീട്ടിൽ നിന്ന് കൊടുക്കല്ലേ. എന്റെ അമ്മയൊന്നും പറയണ്ട. എന്തൊരു ആൾക്കാരത്. വല്ലാത്ത സ്വഭാവം തന്നെ. എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്? നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ചേച്ചി ഉള്ളതങ്ങ് പറഞ്ഞു കൊടുത്താണ്. നിങ്ങൾ ഇവന്റെ വാക്കും കേട്ടോണ്ട് പോയി അടി കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഒരു പൊടിക്ക് അടങ്ങിക്കൂടെ? കൊള്ളാം. ഇന്ന് അടങ്ങാനോ? ഇതൊന്നും അടങ്ങാൻ അടങ്ങിരുന്നാ മതിയോ? അതെ, വീട്ടിൽ ആണുങ്ങളുണ്ട്, അവരതിനത് മുന്നിട്ട് ഇറങ്ങണ്ട, അറിയാവോ? അല്ലാതെ ഒളിച്ചിരിക്കല്ല വേണ്ടത്. വെള്ളം വണ്ടിക്ക് അടി കൂടാൻ ആണുങ്ങളാണ്. അമ്മ എന്താ പറയണേ? രാമേണ്ണ അങ്ങോട്ട് വിടാനാ നല്ല ബെസ്റ്റ് ആയിരിക്കും. ആ ചേച്ചിയുടെ സ്വഭാവം കണ്ടല്ലോ. അതെ ഇവനെ കുളിപ്പിച്ച് വിട്ടേനെ ഇപ്പൊ. നല്ല അടിയായിരുന്നല്ലേ? ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി, ആള് അന്വേഷിച്ചു പറഞ്ഞു. ആരോടെ പൈപ്പിന്റെ അവിടെ നിന്ന് അടി ഉണ്ടാക്കിയത്? ആരെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
ആരോടെ അടി ഉണ്ടാക്കിയത്? എല്ലാരും അടി ഉണ്ടാക്കി നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ ചേച്ചീനെ ആരെ തള്ളിയിട്ട് തല പൊട്ടിച്ചത്? ഇത് നമ്മുടെ ചേച്ചിയാ? ആരും നമ്മുടെ ചേച്ചി? പിന്നെ ഈ കൊച്ചു ചെറുക്കനാണ് വെള്ളം എടുത്ത് വെച്ചത് അടിച്ചത്? നിങ്ങൾ എന്തോന്ന് പറയണേ? ഈ കൊച്ചു ചെറുക്കനാ? അങ്ങനെയൊന്നും അവർ കണ്ടോര് പറഞ്ഞല്ലോ ഈ കൊച്ചു ചെറുക്കനാണെന്ന്. നേരത്തെ മുഴുവൻ വെള്ളം ഒഴിച്ചോ? ആരൊഴിച്ച്? അവരെ തല പൊട്ടിച്ചങ്ങോട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊട്ടിച്ചൊന്നല്ല, അവരൊന്നും പറഞ്ഞിടിച്ചൊന്ന് വീണായിരിക്കും. ഇവൻ തള്ളിട്ടെന്നാണ് പറഞ്ഞത്. കൊച്ചിറക്കം തള്ളിട്ടെന്നൊന്നും പറയാം. ഇവനാണ് തള്ളിട്ടെന്ന് പറഞ്ഞത്. അവര് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ ഞങ്ങൾ ചെക്ക് ചെയ്യും. CC ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്യും. ഇവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ചെക്ക് ചെയ്താ? ചെക്ക് ചെയ്താ? ചെക്ക് ചെയ്യാൻ പോവാണ്. ചെയ്യാൻ പോകുകയാണ്. എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്ത് വഴക്കുണ്ടാകണോ? ഹോസ്പിറ്റൽ ചിലപ്പോ ഫുൾ എടുക്കേണ്ടി വരും നിങ്ങള്. അടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ അടിക്കാനൊന്നല്ല വന്നത്. ഞങ്ങളുടെ കാര്യം ചോദിക്കാനാണ് വന്നത്. ഈ ചെറുക്കനെ കാരണം ഈ ചെറുക്കനെ കാരണക്കാരൻ എന്ത് വേണം? ആ ചേച്ചിനെ എന്താ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ശരിയാക്കണം. നിങ്ങളെ പ്രശ്നം അതാണ്. അത് പറ. ഞാനൊരു കാര്യം പറയട്ടെ. അണ്ണനാണെങ്കിൽ കരാട്ടയാണ്. കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ്. കരാട്ടെ കുരാട്ടെ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമല്ല. ഇതിനൊരു തീരുമാനമാക്കണം. അവരെ ഹോസ്പിറ്റൽ ചെലവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കേണ്ടി വരും. കാര്യങ്ങളൊന്നും നോക്കാതെ ഇനിയും വരുത്തിക്കരുത് ഇങ്ങോട്ട്. ഇതിനും വേണ്ടി എന്തിനു കാര്യം നോക്കാം? അവരെ കാര്യം ഞാൻ എന്തിനു നോക്കണത്? അവർ നോക്കേണ്ടി വരും. ഇവരാണ് തള്ളിയിട്ട് തള്ളിയിട്ട് തന്നെ കാര്യം നോക്കും. അത്ര തന്നെ. അതിനാ എന്റെ കൈ മുറിഞ്ഞു. അടിച്ചത്. അപ്പൊ നമ്മൾ ക്ഷമിച്ചു. നിങ്ങളതുപോലെ ക്ഷമിച്ചേരെ. തീർന്നല്ലോ പ്രശ്നം. നമ്മള് വരും ഒന്നും കൂടി. അപ്പൊ എന്തിനാ ഇവിടെ പറഞ്ഞത്? വരും. ഞങ്ങൾ ക്യാമറ ചെക്ക് ചെയ്തിങ്ങാണ്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ക്യാമറ ചെക്ക് ചെയ്തില്ലേ? അപ്പൊ ചെക്ക് ഞങ്ങൾ ഇവിടെ വരും. വണ്ടി എടുക്ക. അതെ അതെ. എന്റെ കൈ ഇങ്ങനെ തരിക്കുന്നടാ. കൊടുക്കാൻ വേണ്ട. അത് വേണ്ട. അത് വേണ്ട. കാരണം ഉണ്ടില്ലേ വീട്ടിനകത്ത് അത് വേണ്ടെന്ന്. അപ്പൊ ക്യാമറ ചെക്ക് ചെയ്താൽ ഒന്നാക്കിയാണ്. കൈ വെക്കാൻ നിൽക്കണേ. എടുക്കാൻ പറ്റിയ ഒരുത്തൻ. അയ്യോ കണ്ടാ മതി. അതെ അതെ ഒന്നും അതെ. എന്റെ പൊന്നപ്പച്ചി ആമാര് വല്ല മൂക്കാ മാണ്ടോട്ട് ഇടിച്ചെന്നെ. എന്നോട് ചോദിച്ചോട്ടെ കൊടുക്കട്ടെ. ആകെ പ്രശ്നങ്ങളായ എന്ത് പ്രശ്നം? എന്തൊരു പ്രശ്നം? എന്റെ ഇവിടെ എന്തൊരു വെള്ളത്തിന് അടിയേക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ സംസാരിച്ചോടാ. അവൻ എന്തിനു വന്നത്? എന്റെ അടുത്ത് ചോദിച്ചാ നിങ്ങൾ ചേച്ചി എടുത്ത് തരും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ 50 ലക്ഷം രൂപയുടെ കാറോ കോടിക്കണക്കിന് രൂപയുള്ള വീട് ഒന്നും ഇവിടെ പ്രധാനമല്ല. നമുക്ക് ആവശ്യം തോന്നാണ് കുടിവെള്ളം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുടിവെള്ളം ശേഖരിച്ച് വെച്ചാൽ നമ്മൾ നോക്കണം. അല്ലാതെ കുടിവെള്ളത്തിന് വേണ്ടി റോഡിൽ കിടന്ന് അടി കൂടാനല്ല ചെയ്യേണ്ടത്. കാറ് പോയാൽ നമുക്ക് വേറൊരു കാറ് വാങ്ങിക്കാം ഫാക്ടറി പോലെ. അതുപോലെ വെള്ളം നോക്കാത്ത പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ശേഖരിച്ച് വെച്ചുള്ള സംവിധാനം നമ്മൾ നോക്കണം. അത് മാമൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. തന്നെ. അതുകൊണ്ട് നമ്മൾ ഇനി വെള്ളം എങ്ങനെ നമുക്ക് ശേഖരിച്ച് വെക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. അല്ലെങ്കിലേ ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങി വെള്ളം കിട്ടാതെ അടികൾ കൂടി ചാവും. തമ്മിൽ താവേണ്ടി വരും. സത്യം. ഇത്ര വെള്ളം വേണ്ട. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തോരം വെള്ളമായിരിക്കും വേസ്റ്റ്. ഹലോ മോൻ കഴുകാണടി. മോൻ കഴുകാനാ ഇത്രയും വെള്ളോ? അതിനൊന്നും ആവശ്യമില്ല. തിരിച്ചെടുക്കും. പിന്നെ മോഹം കഴുകാനെന്ന്. മോഹം കഴുകാന്ന് ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു പാത്രം ഞാൻ കഴുകി തീർക്കുമല്ലോ ഇത്രയും വെള്ളത്തിൽ. പാത്രം കഴുകാൻ നിനക്ക് അത്യാവശ്യം. ഞാൻ കുറച്ച് ഒഴിച്ചുതരാം. അത്രയും മതി. ഇതിന്റെ ആവശ്യം 2 തുള്ളി കൂടി തിരിച്ചു. അത് നല്ലതാണ്. അറിയണില്ല എത്ര വെള്ളമാണ് വേസ്റ്റ് ആക്കണമെന്ന്. എനിക്ക് വേണ്ട, ഞാൻ കഴുകണില്ല. കാണിക്കേണ്ട കാര്യം എന്താണ്? വെള്ളം ഇല്ലാതെ വന്നപ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇങ്ങനെ ലാവിഷായിട്ട് അങ്ങനെ കളയില്ലെന്ന് വെള്ളം. നാളെ തൊട്ട് എല്ലാവർക്കും ഓരോരോ പാത്രം വീതം വെള്ളം തരും. അതിന്റെ അകത്ത് ചെയ്തോളും എല്ലാ കാര്യങ്ങളും. കുളിയും നനയും ജപവും ഒക്കെ. ഇങ്ങനെ വേസ്റ്റ് ആക്കോളാം. ഈ ക്യാമ്പിന്റെ പേരെന്തോ? കുടിവെള്ള പദ്ധതി ക്യാമ്പ്. വെള്ളം വേണം മോൻ കഴുകാൻ. കുറച്ച് തരാം. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. ഞാൻ എടുത്തുതരാം. ഇത്രയും മതി. ഇതിന്റെ അകത്ത് കഴിക്കും. എന്റെ വകയായിട്ട് നീ എന്റെ പാത്രം കഴിക്കും. ശരി. അതെ പോലെ ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയാനുണ്ട്. ഇത്ര അനുസരണമുള്ള കുട്ടി ഒരു കാര്യം ചെയ്യാനുണ്ട്. അത്യാവശ്യമായിട്ട് ഈ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. റെഡിയാണോ?
ചോദിച്ചോട്ടാ? ഓ എന്തിനാണ് ഈ മഴക്കുഴി? മഴക്കുഴി എന്ന് പറഞ്ഞാൽ അതിന്റെ സംഭവം എന്താണെന്ന് അറിയാമോ? എന്താന്ന്? മഴവെള്ള സംഭരണി എന്നാണ് പറയണത്. എന്താരാമേ എന്ത് പരിപാടി? വെട്ടലും കളയിലൊക്കെ ഇരിക്കും. എന്നാ അത് മഴവെള്ള സംഭരണി. എന്തായാലും നന്നായി. എനിക്ക് വീട്ടിൽ ഒരെണ്ണം ചെയ്യണം. ഒന്നാ വെള്ളമില്ലാത്ത സമയം നല്ലത് ഇല്ലേ? നമ്മൾ നാട്ടുകാർക്ക് അടി കൂടേണ്ടി വരും. അതെ അതെ അതെ. നടക്കട്ടെ. ഓക്കെ, കൂട്ടുകാരൻ കണ്ടിട്ട്. ആ ശരി ശരി. അണ്ണ ഇതിന്റെ ആവശ്യം എന്തോന്ന്? എടാ എന്തുമാത്രം വെള്ളോടാ മഴ പെയ്ത് വേസ്റ്റ് ആയി പോണത്. അത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് കുഴിച്ച് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് കിണറ്റിലേക്ക് വെള്ളം കിട്ടും, നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പോലത്തെ അവസ്ഥ ഉണ്ടാവൂല. അത്യാവശ്യ ഘട്ടത്തിൽ നിന്നെ വേണമെങ്കിൽ ഇറക്കി കുളിപ്പിക്കാം. വേണോ? വേണ്ട, അണ്ണ ഇറങ്ങി കുടിച്ചോ. അഞ്ഞി വെട്ടിക്കോ.